ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് യൂസേജുകൾ, 4 യൂസേജുകൾ നോക്കാം. ഇൻസ്പൈറ്റ് ഓഫ്, ഡിസ്പൈറ്റ്, നെവർത്ത്ലെസ്, ഈവൻ തോ എന്നതിന് ശേഷം ആ യൂസേജുകൾ ഉപയോഗിച്ചുകൊണ്ട് കുറേ സെൻറ്റൻസുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. ഞാൻ മുമ്പ് പറയുന്ന പോലെ വി ഹാവ് ടു ഫോളോ LSRW പാറ്റേൺ: ലിസൺ, സ്പീക്ക്, റീഡ്, റൈറ്റ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആവാൻ, ഡെവലപ്പ് ആവാൻ ലിസണിങ് ധാരാളം പ്രാക്ടീസ് ചെയ്യണം, കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യണം, സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യണം, പെയർ ടോക്ക് പ്രാക്ടീസ് ചെയ്യണം, പ്രസൻറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇന്ന് 4 യൂസേജുകൾ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് മാക്സിമം സെൻറ്റൻസുകൾ എഴുതുക, മാക്സിമം സെൻറ്റൻസുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അത് പ്രാക്ടീസ് ചെയ്യുക. വേർഡുകൾ, ആ യൂസേജുകൾ ഏതൊക്കെയെന്ന് നോക്കാം. In spite of, despite, even though, nevertheless. In spite of, despite, even though, nevertheless. വളരെ ബ്രീഫായിട്ട് പറയാം. ഓരോ സെൻറ്റൻസ് തരാം, ഇതിന് ശേഷം നമുക്ക് മാക്സിമം സെൻറ്റൻസുകൾ എഴുതുക. ഓക്കെ, റൈറ്റ്. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഹെവി റെയിൻ ദേ കണ്ടിന്യൂഡ് ദ മാച്ച്. ഡിസ്പൈറ്റ് ദ ഹെവി റെയിൻ ദേ കണ്ടിന്യൂഡ് ദ മാച്ച്. ഈവൻ though it was raining, they continued the match. It was raining, nevertheless they continued the match. സെയിം കോണ്ടെക്സ്റ്റ് ആണ്, ഒരേ മീനിങ്ങിൽ വരുന്ന സാധനമാണ്. ഇതിൻ്റെയൊക്കെ വേർഡുകളുടെ ഡിഫറൻസുകളുണ്ട്, കോണ്ടെക്സ്റ്റുകളിൽ ഡിഫറെൻ്റ് രീതിയിലാണ് യൂസ് ചെയ്യാറ്. എന്നിരുന്നാൽ പോലും ഓൾമോസ്റ്റ് ദ സെയിം മീനിങ് ആണ് ഇതിന് തരുന്നത്. അവിടെ സെൻറ്റൻസ് ഇൻസ്പൈറ്റ് ഓഫ് ദ ഹെവി റെയിൻ ദ കണ്ടിന്യൂഡ് ദ മാച്ച്. അപ്പോൾ മഴ ഒന്നും കാര്യമാക്കാതെ തന്നെ, മഴ ഒന്നും പ്രശ്നമാക്കാതെ തന്നെ അവരുടെ മാച്ച് കണ്ടിന്യൂ ആയി. സെയിം മീനിങ് തന്നെയാണ്. ഡിസ്പൈറ്റ് ദ ഹെവി റെയിൻ ദ കണ്ടിന്യൂഡ് ദ മാച്ച്, സെയിം മീനിങ് ആണ്. ഈവൻ തോ ഇറ്റ് വാസ് ഹെവി റെയിൻ ദ കണ്ടിന്യൂഡ് ദ മാച്ച്. മഴ ശക്തമായിട്ടുണ്ടായിരുന്നിട്ട് പോലും അവർ മാച്ച് കണ്ടിന്യൂ ചെയ്തു. ഇറ്റ് വാസ് റെയിനിങ്, നെവർത്ത്ലെസ് ദേ കണ്ടിന്യൂഡ് ദ മാച്ച്. മഴ ഒന്നും കാര്യമാക്കാതെ അവർ കളിച്ചു. സോ വി ഹാവ് ടു മേക്ക് മാക്സിമം സെൻറ്റൻസസ് ഫോർ ഈച്ച് യൂസേജ്. ദെൻ വിൽ പ്രാക്ടീസ്. വിൽ ഡിസ്കസ് മോർ ഇൻ ഡീറ്റെയിൽ.